രാഷ്ട്രീയ സ്വയംസേവക സംഘം കൊല്ലം ഗ്രാമജില്ലയുടെ നേതൃത്വത്തിൽ ശൗര്യ യുവസംഗമത്തിന് ഇടക്കുളങ്ങരയിൽ അല്പസമയത്തിനകം തുടക്കമാകും. രാജധാനി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഡോക്ടർ രമേശ് NV അധ്യക്ഷത വഹിക്കും. ഡോക്ടർ B. ജയപ്രകാശ് മുഖ്യ പ്രഭാഷണം നടത്തും. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, അല്പസമയത്തിനകം തന്നെ പരിപാടി ആരംഭിക്കുമോ? തയ്യാറെടുപ്പുകൾ എത്ര വരെയായി? KP അഖണ്ഡ ഭാരത സ്മൃതി ദിനത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ യുവസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് കൊല്ലം ഗ്രാമജില്ലയുടെ യുവസംഗമമാണ് ശൗര്യ എന്ന പേരിൽ ഇടക്കുളങ്ങരയിൽ നടക്കുന്നത്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഒരുപാട് യുവാക്കൾ, വിദ്യാർത്ഥികളായിട്ടുള്ളവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം ഭാരത് മാതാവിന്റെ ചിത്രമാണ്. ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തി, അതായത് ഭാരത് മാതാ പൂജയിൽ പങ്കെടുത്ത ശേഷമാണ് ഓരോ വിദ്യാർത്ഥികളും യുവാക്കളും ഈ പരിപാടിക്കുള്ളിലേക്ക് കയറുന്നത്, അതിലേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രബോധം എങ്ങനെയാണ് ഈ യുവജനങ്ങളിലേക്ക് പകർന്നു നൽകേണ്ടത്, അല്ലെങ്കിൽ അവരിലേക്ക് പകർന്നു നൽകേണ്ട ആവശ്യകത എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം ഈ ഒരു പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, യുവതി യുവാക്കളുണ്ട്, അവരൊക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ ഒരു ശൗര്യ യുവസംഗമത്തിലേക്ക് പങ്കെടുക്കാനായി എത്തുകയാണ്. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഭാരത് മാതാവിനെയാണ്. അതായത് ഇവിടെ എത്തി നമ്മൾ പുഷ്പം അർപ്പിച്ച ശേഷമാകും അകത്തേക്ക് കയറുക. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ പരിപാടിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് തോന്നിയത്? ഇപ്പോഴത്തെ യുവതലമുറ ഭാരതം എന്താണെന്നും ഭാരതത്തിൻ്റെ അതിൻ്റെ ഒരു പവിത്രത എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പരിപാടികൾ ഇവിടെ നടത്തുമ്പോൾ, അത് ഇവിടെ മാത്രമല്ല ഭാരതം ഒട്ടാകെ ഇന്നും നാളെയുമായി നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് യുവാക്കളും വരുന്നു എന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്കറിയാം ഇന്ന് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ഇന്ന് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വന്ദേ മാതരത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രീതിയിലേക്ക് അത് വ്യാഖ്യാനിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ യുവതലമുറയിൽ ഈ രാഷ്ട്രബോധം വളർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതെ, തീർച്ചയായും അതെ. രാഷ്ട്രബോധം, കാരണം ഇനിയത്തെ തലമുറ എന്ന് പറയുന്ന ഇപ്പോഴത്തെ യുവാക്കളാണ്. അപ്പോൾ അവർക്ക് ആ ബോധം ഉണ്ടാവണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായും എന്താ ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും ആളുകൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി പരിപാടി ഉടൻ തന്നെ ആരംഭിക്കും. വിദ്യാർത്ഥിയായിരുന്നു, ഇനി അടുത്ത ഈ ഒരു ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതെ, ജോലി എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന സാറുണ്ട്. എന്തായാലും അദ്ദേഹം കൂടെ നമ്മളോട് ചേരുന്നു. അതോടൊപ്പം തന്നെ വിശിഷ്ട അതിഥിയായി ഇവിടേക്ക് എത്തിയിരിക്കുന്ന അമൃത ആയുർവേദ കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്, യുവജനങ്ങൾ വരുന്നുണ്ട്. അവരൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയാണ്. കാരണം ഇതുപോലുള്ള പരിപാടികൾ അവർക്ക് നൽകുന്ന ഒരു പ്രചോദനം അത് നമ്മൾ കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം പരിപാടികളുടെ ഒരു ആവശ്യകത നമ്മുടെ മനസ്സിൽ എന്താണ് അതിനെപ്പറ്റി തോന്നുന്നത്? ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചോളാം, മലയാളം കുറച്ച് വീക്കാണ്. സോ ഐ മീൻ 30 years of teaching profession, and when I see the kids, present day kids, absolutely 90% of them doesn't know what was happened 80 years before. Nangala Taramurile, for us, our parents were there who have seen the struggle of our great ancestors, people to get the freedom. But the present generation, no one is there to tell them. As a teacher, as a principal, as a responsible citizen of India, it is responsibility of us, our generation people, to go tell the students what were the sacrifices done by our ancestors to get this freedom. Present day with the social media, students think that everything is free, they can speak anything, they can chat anything, they can shout anything. But to get this freedom, what was the struggle done by our ancestors people, it is our responsibility to tell them. I think this organization is, taking an every effort to bring all the kids together and speak it. I think it's the need of a day to tell those people. അവർക്ക് പകർന്നു നൽകേണ്ടത് ഈ ഒരു ദേശബോധം തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലായത് പലപ്പോഴും ഈ ഒരു തലമുറയ്ക്ക് അവരുടെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം പരിപാടികളോട് കൂടിയിട്ടുള്ള ക്യാമ്പുകൾ, വർക്ക്ഷോപ്പുകൾ, ചെറിയ സമ്മേളനങ്ങളെല്ലാം
ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെയും പ്രത്യേകിച്ച് ആ സ്വാതന്ത്ര്യ സമരത്തിൽ അതിൽ പങ്കെടുത്ത യുവാക്കൾ യുവതികൾ അപ്പോൾ അവരുടെ ഒരു ത്യാഗത്തിൻ്റെ ഒരു വിശദമായ ഒരു ചിത്രം നമുക്ക് ഈ സെഷനിൽ നിന്ന് കിട്ടും. അത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അത് വളരെ അത്യാവശ്യമാണ്. കാരണം അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വില ഇത്രത്തോളം. നമ്മളിപ്പോൾ പലതരത്തിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാറുണ്ട്. ഒരു ആമസോൺ എടുക്കും, അതല്ലെങ്കിൽ പ്രൈം സബ്സ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്. പക്ഷെ അതിലുപരി ഒരു സ്വാതന്ത്ര്യത്തിന് ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ നമ്മൾ ആരും പേ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പിലുള്ള മഹാത്മാക്കളായ ഒരുപാട് കുട്ടികളും അവരുടെ പേരൻസിൻ്റെയും സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികളെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘജില്ല ക്രമീകരിച്ചാണ് ഈ ഒരു പരിപാടി യുവസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. എനിക്കിപ്പോൾ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ദേവ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും കുട്ടികൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ട്. കാരണം ഇന്നത്തെ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ മുന്നോട്ട് പോക്ക് എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി വലിയ പ്രചോദനമാവും. തീർച്ചയായിട്ടും. കാരണം ബോധപൂർവം മറയ്ക്കപ്പെട്ട കുറേയധികം സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. ഇവരെയൊന്നും കുട്ടികൾക്കൊന്നും അറിയില്ല. 2014 ശേഷമുള്ള രാജ്യം മാത്രമേ കുട്ടികൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് വക്രീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ ഒരു നാടുകൂടി നമുക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ കുട്ടികൾ അറിയണം. അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സ്വയം ജീവൻ സമർപ്പിച്ച ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അവരെയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാം രാഷ്ട്രബോധമുള്ള നല്ല പൗരന്മാരായി തീരും എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. അതായത് ഇത് കുങ്കുമമാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഇത് തൊട്ട് സ്വീകരിക്കാൻ ഇവിടേക്ക് കുറേ പേര് എത്തി. അപ്പോൾ അങ്ങനെ ഈ കുങ്കുമം തൊട്ട് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓരോരുത്തരും, അതായത് തിലകം ചാർത്തി സ്വീകരിച്ചുകൊണ്ട് ഭാരതമാതാവിന് ഈ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ഇതിൻ്റെ പ്രവർത്തനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതായത് ഓരോ ക്ലാസ്സുകളിലും പഠിക്കുന്നത്. എത്രയല്ല പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു. ഈ പരിപാടിയിലൊക്കെ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇവിടെ. ഉണ്ട്. ഒരുപാട് പേര് നമുക്ക് കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓരോരുത്തരെ പരിചയപ്പെട്ട് തുടങ്ങി. ആദ്യമായി പരിചയപ്പെടുന്നുണ്ട്. അകത്തേക്ക് കയറിയോ? ബാക്കി വന്നവര് കയറി. ഞങ്ങൾ ഇവിടെ സ്വീകരിക്കാൻ നിൽക്കും. എന്തൊക്കെയാ നമുക്ക് വരുമ്പോ അവരോട് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് പുഷ്പം അർപ്പിക്കുന്നതാണ്. അതായത് ഭാരതമാതാവിന് പുഷ്പം അർപ്പിക്കാനാണ് പറഞ്ഞത്. അതെ. കൊച്ചുകുട്ടികളും ഉണ്ടല്ലോ. കൊച്ചുകുട്ടികളും പിള്ളേർ മുതൽ മുതിർന്നവർ വരെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. കൃത്യമായും നമ്മുടെ സംസ്കാരം എന്തെന്ന് പകർന്നു നൽകിക്കൊണ്ട് അവരെയൊക്കെ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായാലും അവരെയൊക്കെ ഇവിടെ എത്തുമ്പോൾ ഒരുപോലെ തന്നെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കയറ്റുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അനുസ്മരണകൾ, അതിൽ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഈ ഒരു പരിപാടിയെ അവതരിപ്പിക്കുന്നത്. അതായത് യുവസംഗമം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. നമുക്ക് അറിയാം, സ്വാതന്ത്ര്യത്തിന്റെ അനുസ്മരണകൾ, അത് ഖുദിറാം ബോസിന്റെ ചിത്രമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അതിനോടൊപ്പം ചേർത്തിരിക്കുന്ന വാക്യങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു ഖുദിറാം ബോസ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ 18ാം വയസ്സിൽ ജീവൻ ബലിയർപ്പിച്ച അദ്ദേഹത്തിന്റെ ധീരത ഇന്നും യുവതലമുറയ്ക്ക് പ്രചോദനമാണ്. അതായത് ഏതൊക്കെയാണോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത അല്ലെങ്കിൽ ജീവിതം സമർപ്പിച്ച വ്യക്തികൾ, അവരെയൊക്കെ തന്നെ ചിത്രം സഹിതം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരൊരു പ്രചോദനമായി മാറണം. ഇവിടെ എത്തുന്ന യുവാക്കൾക്ക് അവർ മാതൃകയാവണം എന്നുള്ളതാണ്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ബോധം അത് നമ്മുടെ യുവതലമുറയ്ക്ക് പകർന്നു നൽകണം. അതിൽ പലതരത്തിൽ ദേശവിരുദ്ധ ശക്തികൾ അത് നമ്മൾ പ്രകടമായതാണ് പല കാര്യങ്ങളിലും. അത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രകടമാകുന്ന സാഹചര്യത്തിൽ ദേശീയതയ്ക്കൊപ്പം നിൽക്കുവാൻ വേണ്ടി, ദേശത്തോടൊപ്പം ആ ഒരു ചിന്താഗതിയോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുതുതലമുറയെ പ്രാപ്തമാക്കേണ്ടത്. അതിൻ്റെതായിട്ടുള്ള കാര്യപരിപാടികളാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഈ സംഘശതാബ്ദി വർഷത്തിൽ ചെയ്തു വരുന്നത്. എല്ലാ വർഷവും അഖണ്ഡ ഭാരത സ്മൃതി ദിനവുമായി ബന്ധപ്പെട്ട യുവസംഗമം സംഘടിപ്പിക്കാറുണ്ട്. എന്തായാലും ഇത്തവണ വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ യുവസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് കൊല്ലം ഗ്രാമജില്ലയിലും അതോടൊപ്പം തന്നെ നാളെ
കൊല്ലം മഹാനഗരത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് തിരുവനന്തപുരം ഗ്രാമജില്ലയിൽ നടക്കുന്നുണ്ട്. അവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ VC അടക്കം പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മുതിർന്ന കാര്യകർത്താക്കൾ, അതോടൊപ്പം തന്നെ പ്രൊഫഷണലിലൊക്കെ വലിയ പ്രാഗൽഭ്യം പ്രകടമാക്കിയിട്ടുള്ള ആളുകൾ, അത്തരത്തിൽ മാതൃകയാക്കേണ്ട ആളുകൾ. ഏതായാലും മനോജ് പറഞ്ഞതുപോലെ തന്നെ ശൗര്യ യുവസംഗമത്തിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും.